വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. റിഫോർമേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്യൂരിറ്റനിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് റിഫോർമേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1517 1517 ജർമ്മൻ മോങ്ക് ആയിട്ടുള്ള മാർട്ടിൻ ലൂതർ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് റിഫോർമേഷൻ മൂവ്മെൻറ്റ്. ഇത് ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1517 ജർമ്മൻ മോങ്ക് ആയിട്ടുള്ള മാർട്ടിൻ ലൂതർ. ഈ റിഫോർമേഷൻ മൂവ്മെൻ്റ് ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ കാത്തോലിക് ചർച്ചിൽ നടക്കുന്ന ചില പ്രാക്ടീസിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു. മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് സർട്ടൻ പ്രാക്ടീസസ് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ചർച്ചിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിഫോർമേഷൻ നടത്തിയത്. സോ ഇതൊരു റിലീജിയസ് റവല്യൂഷനാണ്. അത് പൊളിറ്റിക്കലി, സോഷ്യലി, അതേപോലെ തന്നെ ലിറ്റററി കാര്യങ്ങളെയും കൂടി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ലിറ്റററി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചറിനൊക്കെ എങ്ങനെ ബാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കൂടുതലും റിലീജിയസ് വർക്ക്സ് ആയിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അതിനെതിരെ ആ റിലീജിയസ് വർക്ക്സിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ എന്താ പറയണ്ടേ, കാത്തോലിക് ചർച്ചിനെതിരെയുള്ള ഡിസ്ബിലീഫായിരുന്നു റിഫോർമേഷൻ മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിയ റിലീജിയസ് വർക്ക്സിനൊക്കെയും റിഫോർമേഷൻ വർക്കുകൾ ബാധിച്ചു. അതേപോലെ തന്നെ കാത്തോലിക് ചർച്ചിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ എതിർഭാഗത്ത് ആരായിരിക്കും? പോപ്പാണ് എതിർഭാഗത്ത് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ 1517 പോപ്പിനായിരുന്നു കൂടുതൽ അവകാശം. കിങ്ങിന് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവകാശം വരുന്നത്. പോപ്പ് പറയുന്ന പോലെയാണ് കിങ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സോ മെയിനായിട്ടും മാർട്ടിൻ ലൂതറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് കാത്തോലിക് ചർച്ചിലെ പോപ്പിനെതിരായിട്ടാണ്. റിഫോർമേഷൻ മൂവ്മെൻറ്റിൻ്റെ മെയിൻ ലീഡേഴ്സായിട്ട് വരുന്നത് മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനുമാണ്. റിഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? മെയിനായിട്ടും നമ്മൾ പറഞ്ഞു കാത്തോലിക് ചർച്ചിലെ ചില കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ പോപ്പായിരുന്നു ഏറ്റവും പരമാധികാരി. പോപ്പ് പലതരത്തിലുള്ള കറപ്ഷനും കൂട്ടുനിന്നിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു കിങ് ശബ്ദം ഉയർത്തിയാൽ തന്നെ ആ കിങ്ങിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അധികാരം പോപ്പിനുണ്ടായിരുന്നു. സോ കറപ്ഷൻസ് ഒരുപാട് കാത്തോലിക് ചർച്ചിൻ്റെ അണ്ടറിൽ വന്നു. അപ്പോൾ അതിനെതിരെയായിട്ടാണ് റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതേ സമയത്ത് തന്നെ ചർച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാത്തോലിക് എന്നുള്ളൊരു വിഭാഗവും പ്രൊട്ടസ്റ്റൻ്റ് എന്നുള്ളൊരു വിഭാഗവുമായിട്ട് ചർച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാത്തോലിക് ചർച്ചിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നൊരു കാലഘട്ടമായിരുന്നു.